യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ നിർണായക പോരാട്ടത്തിന് തൊട്ടുമുമ്പ് FC ബാഴ്സലോണയുടെ ക്യാമ്പിൽ ഇടിത്തി പോലെയാണ് പരിക്കിന്റെ വാർത്ത പരക്കുന്നത്. സ്ലാവിയ പ്രാഗിനെ നേരിടാനൊരുങ്ങുന്ന ബാഴ്സലോണയ്ക്ക് അവരുടെ കുന്തമുനയായ ഫെറാൻ ടോറസിനെ നഷ്ടമായത് വലിയ തിരിച്ചടിയാണ്. റയൽ സോസിദാദിനെതിരായ ലാലിഗ പോരാട്ടത്തിനിടെ ഹാംസ്ട്രിങ്ങിന് പരിക്കേറ്റ ടോറസിനെ ടീമിൽ നിന്ന് അടിയന്തരമായി ഒഴിവാക്കി കഴിഞ്ഞു. ബുധനാഴ്ച ചെക്ക് റിപ്പബ്ലിക്കിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഈ സൂപ്പർ താരം പന്ത് തട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പരിശീലകൻ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വല്ലാത്ത അഗ്നി പരീക്ഷയാണ്. ഒരേ സമയം രണ്ട് പ്രഹരങ്ങളാണ് ടീം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സസ്പെൻഷൻ കാരണം യുവവിസ്മയം ലാമിൻ യമാൽ നേരത്തെ തന്നെ പുറത്തായതിന് പിന്നാലെ ടോറസ് കൂടി പരിക്കേറ്റ് വീണത് ബാഴ്സയുടെ ആക്രമണ നിരയുടെ മുനയൊടിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ കളിച്ച 27 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകൾ അടിച്ചുകൂട്ടി കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ടോറസിന്റെ അഭാവം ഗ്രൗണ്ടിൽ ഇനി ആര് നികത്തും എന്നത് കണ്ടറിയണം. മുമ്പ് ഒക്ടോബറിലും സമാനമായ പരിക്കിനെ തുടർന്ന് ടോറസിന് കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിടുക്കപ്പെട്ട് താരത്തെ മൈതാനത്തേക്ക് തിരിച്ചെത്തിക്കാൻ എന്തായാലും മെഡിക്കൽ സംഘം തയ്യാറായേക്കില്ല. വിദഗ്ധ പരിശോധനകൾക്കും പൂർണ്ണമായ വിശ്രമത്തിനും ശേഷമേ അദ്ദേഹം ഇനി കളത്തിലിറങ്ങാൻ സാധ്യതയുള്ളൂ. വരാനിരിക്കുന്ന ബുധനാഴ്ചയിലെ പോരാട്ടം മാത്രമല്ല, ഞായറാഴ്ച റയൽ ഒവിഡോക്കെതിരെ നടക്കുന്ന മത്സരത്തിലും താരം അണിനിരക്കാൻ സാധ്യത കുറവാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വമ്പൻ പോരാട്ടങ്ങൾക്ക് മുന്നേ ടീം കരുത്തു ചോരുന്നത് ആരാധകരെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്.